ഇതൊരു തുടർച്ചാ വീഡിയോ ആണ്. MN കാരശ്ശേരി മാഷെ കുറിച്ചുള്ള വീഡിയോ ചെയ്ത് ആ വീഡിയോ ലിങ്ക് കാരശ്ശേരി മാഷ് കണ്ടതിന് ശേഷം കാരശ്ശേരി മാഷ് ആ വീഡിയോ ആസാദ് മൂപ്പന് അയച്ചു കൊടുക്കുകയും അതിനുശേഷം എന്നെ വിളിച്ച് രാജീവ് അതിൽ ആസാദ് മൂപ്പനെ കുറിച്ച് പറയുന്ന കാര്യം സെപ്പറേറ്റ് ആയി തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടതല്ലേ, അത് ചെയ്യണം എന്ന് പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടവരാണെങ്കിൽ അതിൽ പരാമർശിച്ച കാര്യം കേട്ടിട്ടുണ്ടാകും. എല്ലാ ബിസിനസ് രംഗത്തെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് പത്മശ്രീ ഡോക്ടർ രവി പിള്ള, അതോടൊപ്പം തന്നെ ജോയ ആലുക്കാസ്, ആദരണീയനായ യൂസഫ് അലി സാഹിബ് പത്മശ്രീ, അതോടൊപ്പം തന്നെ ഗൾഫാർ മുഹമ്മദ് അലി, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ CK മേനോൻ, പത്മശ്രീ CK മേനോൻ തുടങ്ങിയ അനേകം വ്യക്തിത്വങ്ങളെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് അവരുമായി പരിചയപ്പെടുകയും പിന്നീട് അവരുമായിട്ട് നല്ലൊരു സൗഹൃദം നിലനിർത്തുന്ന രീതിയിൽ പലപ്പോഴും ഇന്റർവ്യൂ ചെയ്യുകയും ഫംഗ്ഷനുകളിൽ വിളിക്കപ്പെടുന്ന തരത്തിലേക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഡോക്ടർ ആസാദ് മൂപ്പനുമായിട്ട്, പത്മശ്രീ ഡോക്ടർ ആസാദ് മൂപ്പനുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് കാരശ്ശേരി മാഷ് എന്റെ അതിഥിയായി ബഹറിൽ വരുന്നതിന് ഭാഗമായിട്ട് ഇവിടെ എത്തുന്നതിന് തൊട്ടു മുമ്പ് ദുബായിൽ ഡോക്ടർ ആസാദ് മൂപ്പന്റെ അതിഥിയായിട്ടുണ്ടാകുകയും അവിടെ നിന്ന് ഇവിടെ വന്നപ്പോ കാരശ്ശേരി മാഷ് യാത്ര സുഖകരമായിരുന്നോ എന്ന് ചോദിക്കാനായിട്ട് ആസാദ് മൂപ്പൻ എന്റെ ഫോണിലേക്ക് വിളിക്കുന്ന അനുഭവം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു തുടക്കമായിരുന്നെങ്കിലും അത് സംഭവിക്കുന്നത് 2003-ലാണ്. അത് കഴിഞ്ഞ് ഒരുപാട് വെള്ളം ഒഴുകി, പുഴ പല രൂപത്തിലായി, ലോകം ഒരുപാട് മാറി. കഴിഞ്ഞ 25 വർഷം കൊണ്ട് ലോകത്തിലുണ്ടായ മാറ്റങ്ങൾ വളരെ അത്ഭുതകരമാണ്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും മനുഷ്യൻ, തീർച്ചയായിട്ടും മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന് മറവിയാണ് എന്നുള്ളതാണ്. ഒരു രീതിയിലും സ്ഥിരമായി ബന്ധപ്പെടുന്ന സ്ഥലത്തല്ല, ഒരു രാജ്യത്തല്ല, പക്ഷെ ഡോക്ടർ ആസാദ് മൂപ്പരായിട്ടുള്ള വളരെ നല്ല ഒരു സൗഹൃദം സൂക്ഷിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് എന്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നീട് 1-2 തവണ ദുബായിൽ ഞാൻ പോകുമ്പോ എപ്പോഴും ഡോക്ടർ ആസാദ് മൂപ്പനെ വിളിക്കാറില്ല. വിളിച്ചാൽ അദ്ദേഹം കാറ് അയച്ച് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോവുകയും ഭക്ഷണം തരികയും കുറേ നേരം ഇരുന്ന് സംസാരിക്കുകയും വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ പറയുകയും അദ്ദേഹം ദുബായിൽ എത്തപ്പെട്ട കഥ, അദ്ദേഹം പിന്നെ ഷെയ്ഖ് കുടുംബമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങള്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വായന, അദ്ദേഹത്തിന്റെ മനുഷ്യരായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ, അങ്ങനെ ഞാൻ വീട്ടിൽ പോയപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം, ഒരു മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു ജോലിക്കാരി വരികയും അവർ കുറച്ച് പ്രായമായി വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പോ അവരോട് ആസാദ് മൂപ്പൻ ആ വീട്ടിലൊരു അംഗത്തെ പോലെ വളരെ സ്നേഹത്തോടെ ഇടപഴകുന്നത് കണ്ടു നിൽക്കുകയും അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിക്കാനൊക്കെയുള്ള അനുഭവം ഉണ്ടാകുന്നു. പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ സ്നേഹത്തോടെ ഒരു വില പിടിച്ച ഏതാനും സമ്മാനം തന്നുവിട്ട അനുഭവങ്ങൾ, ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒത്തിരി ഓർമ്മകൾ ആസാദ് മൂപ്പനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ബഹറില് അസ്റ്ററിന്റെ വൈകിയാണ് ബഹറില് അസ്റ്റർ തുടങ്ങുന്നത്. അപ്പൊ തുടങ്ങിയ സമയത്ത് അബിക് റോയ് ആയിരുന്നു കൺട്രി ഹെഡ്. ഷാനവാസ്, അദ്ദേഹത്തിന്റെ കുടുംബക്കാരൻ കൂടിയായ ഷാനവാസ് മൂപ്പനായിരുന്നു ഇവിടുത്തെ ഒരു ഡയറക്ടർ. അപ്പൊ ഈ രണ്ടുപേരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ ആസാദ് മൂപ്പനാണ് രാജീവിന്റെ നമ്പർ തന്നത്, ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടണമെന്നുള്ളത്. അതിൽ വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം, അടുത്ത കാലത്ത് ഒരു ചെസ് ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് അബിക് റോയ് അവിടെ നിന്ന് ആസ്റ്ററിൽ നിന്ന് ജോലി ഒഴിവാക്കി ഇപ്പൊ വേറൊരു സ്ഥലത്താണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. പക്ഷെ കുറെ ആളുകൾ ഇരിക്കുമ്പോൾ അബിക് റോയ് ഒരു പശ്ചിമ ബംഗാളുകാരനാണ്. അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ മൂപ്പനാണ് രാജീവിനെ എന്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്, ഇപ്പോഴും ഞാനത് ഓർക്കുന്നു എന്ന് പറഞ്ഞ അനുഭവങ്ങൾ. ഇവിടെ അസ്റ്ററിന്റെ ഉദ്ഘാടന സമയത്ത് അദ്ദേഹം വിളിച്ചതും നേരിട്ട് വിളിച്ച് പോവുകയും ഞാനും എന്റെ കുടുംബമൊക്കെ പോയി കണ്ട അനുഭവങ്ങൾ, അതൊക്കെ വലിയ 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 ഓർമ്മകളായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആസാദ് മൂപ്പന്റെ ഈ കഥ വീണ്ടും പറയുന്നതിലേക്ക് വന്നത്, നമ്മൾ എത്രത്തോളം വിനയാന്വിതരാകുന്നു, നമ്മൾ എത്രത്തോളം
മനുഷ്യരായിട്ട് ഇടപഴകുന്നു, നമ്മൾ ഓർമ്മകൾ സൂക്ഷിക്കുന്നു എന്നുള്ള കാര്യത്തിൽ മറ്റ് പലരും കണ്ടുപിടിക്കേണ്ട ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് ഇടപഴകുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതും. എന്നാൽ വലിയ വിഷനുള്ള വലിയ രീതിയിൽ ഇപ്പൊ മെഡിക്കൽ രംഗത്ത് ഇത്രമാത്രം വളർന്ന ഒരു മലയാളി ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. അപ്പൊ ആ രംഗത്ത് ഇത്രമാത്രം സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് വെച്ച ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഈ രണ്ട് തലങ്ങൾ ഉണ്ടല്ലോ, അതായത് മനുഷ്യന്റെ ഉള്ള് ശക്തമാകുമ്പോൾ, മനുഷ്യന്റെ നോളജ് ശക്തമാകുമ്പോൾ, മനുഷ്യന്റെ സമ്പത്ത് കൂടുതലാകുമ്പോൾ, മനുഷ്യന്റെ ആദരവ് കൂടുമ്പോഴൊക്കെ താൻ കൂടുതൽ വിനയാന്വിതനായി മാറുന്നു എന്നുള്ള ഒരു മാതൃക തീർച്ചയായിട്ടും ഡോക്ടർ ആസാദ് മൂപ്പനിലുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോക്ക് ഒരു പ്രധാന കാരണം.